ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى ولقد أوحينا إلى موسى أن أسر بعبادي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى ولقد أوحينا إلى موسى أن أسر بعبادي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, പ്രപഞ്ചരക്ഷിതാവായ പടച്ചറബിന്റെ വിധിവിലൊക്കെ ശ്രദ്ധിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 32-ാമത് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 76-ാമത്തെ ആയത്താണ്. മുതലാണ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് കുറ്റവാളിയായി ഇന്നഹു മയ്യത്തി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ജീവിതവും മരണവുമില്ലാത്ത അഥവാ ജീവിതമില്ലാത്ത മരണവും മരണമില്ലാത്ത ജീവിതവും പോലെ ജീവിക്കുന്ന നരകശിക്ഷയാണ് കുറ്റവാളികൾക്കുണ്ടാവുക. എന്നാൽ വിശ്വാസിയായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആരാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരുന്നത്, അവർക്ക് വളരെ ഉന്നതമായ ദർജകളാണ് ഉണ്ടായിരിക്കുക. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലിക ജസാഉ മൻ തസക്ക എന്നാണ് ഇനി അതിനെ സംബന്ധിച്ച്, ആ സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നത്. സ്വർഗം എന്ന് പറയുമ്പോ, സ്വർഗത്തിലെ സുഖങ്ങൾ എന്ന് പറയുമ്പോ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ജന്നാത്തു അദ്നിൻ, സ്ഥിരവാസത്തിനുള്ള ജന്നത്തുകളാണ്, സ്വർഗങ്ങളാണ്, സ്വർഗത്തോപ്പുകൾ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, അതായത് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്നു. ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കും. വദാലിക ജസാഉ മൻ തസക്ക,
അതാണ് പരിശുദ്ധി നേടിയവർക്കുള്ള പ്രതിഫലം. സ്വർഗമെന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിലെ വിശേഷങ്ങളും പറയുകയാണ് അള്ളാഹു ഇവിടെ. അതിന്റെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്നു. അത് സ്ഥിരവാസത്തിനുള്ളതാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും എന്നാണ് പരിശുദ്ധി നേടിയ ആളുകൾക്കുള്ള പ്രതിഫലം എന്നുള്ളവർക്ക് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇതിനുള്ള വാക്കുകൾ അദ്നിൻ. അദ്ന എന്ന വാക്കിന്റെ അർത്ഥം അദൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ സ്ഥിരമായി താമസിക്കുക എന്നാണ്. അദനഫിൽ മക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരാൾ കാലങ്ങളായി അല്ലെങ്കിൽ സ്ഥിരമായി താമസിച്ചു കൊണ്ടിരിക്കുന്നു, മാറ്റൊന്നുമില്ലാതെ. ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് സ്ഥിരവാസത്തിനായി അള്ളാഹു ഒരുക്കിയ ഈ സ്വർഗ പൂന്തോപ്പുകളെയാണ്. സ്വർഗം എന്ന് പറയുന്നത് വലിയ തോട്ടമാണ്, വലിയ ജന്നാത്താണ്, പൂന്തോപ്പുകളാണ്, സ്വർഗത്തോപ്പുകളാണ്. ഒരു സ്ഥലം സ്ഥിരവാസത്തിനായി ഒരുക്കുന്നതും ഒരു യാത്രക്കാരന് വേണ്ടി ഒരുക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഒരു യാത്രയിലായ ഒരാൾക്ക് കുറഞ്ഞ ദിവസത്തേക്കുള്ള സൗകര്യങ്ങൾ മതി. എന്നാൽ ഇവിടെ സ്ഥിര താമസത്തിന് വേണ്ടി ഒരു സൗകര്യം ചെയ്യുമ്പോ അതില് ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, വ്യത്യാസങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് സ്ഥിരവാസത്തിനായി അള്ളാഹു സ്വർഗം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ്. കുറഞ്ഞ നാള് കഴിഞ്ഞുകൂടാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. അല്ല, ഇനി അങ്ങോട്ട് ജീവിതം തുടങ്ങുകയാണ്. ആ ജീവിത കാലം മുഴുവനും ജീവിക്കാൻ എന്ന് പറഞ്ഞ കാലം മുഴുവനും ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സുഖ സൗകര്യങ്ങളാണ് അള്ളാഹു ആ സ്വർഗത്തിൽ ഒരുക്കുന്നത്. അതേപോലെ ഒരാൾക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരുക്കുന്ന വ്യക്തിയുടെ കഴിവിനും അയാളുടെ സാധ്യതകളും വെച്ചുകൊണ്ട് ആ സ്ഥലം ക്രമീകരിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ. അവിടെ ഒരുക്കുന്ന ആഡംബരങ്ങൾ, അവിടെ ഒരുക്കുന്ന ക്രമീകരണങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകുമല്ലോ. ഇവിടെ ആരാണ് ഈ സ്വർഗം ഒരുക്കുന്നത്? ആരാണ് ഈ സ്ഥലം ഒരുക്കുന്നത്? ആരാണ്? അള്ളാഹുവാണ് ഒരുക്കുന്നത്. അള്ളാഹു ഒരുക്കി വെച്ച ഈ സ്വർഗത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടാകാവുന്ന, അഭിമുഖീകരിക്കാവുന്ന സംഗതികൾ എന്ന് പറയുന്നത് വമ്പിച്ചതായിരിക്കുമല്ലോ. പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവാണ് അവന് ഇഷ്ടപ്പെട്ട അടിമകളെ സ്വീകരിക്കാൻ വേണ്ടി ഈ സ്വർഗം ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ ഒരുക്കുന്ന ഒരു സ്ഥലം ഒരു മഹാരാജാവ് ഒരുക്കുന്ന സ്ഥലം പോലെയാണോ? അല്ലല്ലോ, വ്യത്യാസം ഉണ്ടാകുമല്ലോ. അപ്പൊ അത്രയും വലിയ വ്യത്യാസത്തിലാണ്, വലിയ തരത്തിലുള്ള സൗകര്യങ്ങളിലാണ് അള്ളാഹു ഈ സ്വർഗം ഒരുക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഈ ആയത്ത് ഇങ്ങനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ മഹത്വമേറിയ അദീമായ പടച്ച റബ്ബ്, അൽ-അഅലായ ഏറ്റവും ഉന്നതനായ പടച്ച റബ്ബ് വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ഈ സ്വർഗം എന്ന് പറയുന്നത് അവന്റെ കഴിവുകൾ, അവിടെ അവന്റെ കഴിവുകൾ ഉപയോഗിച്ച് അള്ളാഹു ഒരുക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് സാധാരണ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് എന്ന് ആലോചിക്കുക. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ സ്ഥിര താമസത്തിന് വേണ്ടി അതിൻ ജന്നാത്തു അതിൻ, സ്ഥിര താമസത്തിന് വേണ്ടി ഒരുക്കി വെക്കുന്ന സ്വർഗത്തിലെ ഒരു പ്രത്യേകമായ അനുഗ്രഹം അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത്. അതെന്താണ്? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. അവര് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആ സ്വർഗത്തിൽ അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലോകത്ത് മനുഷ്യന്റെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അത് വെള്ളം ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ അതിന് ഉത്തരം പറയും. വെള്ളമില്ലാതെ ഒരാൾക്കും ജീവിതം സാധ്യമല്ല എന്ന് നമുക്കറിയാം. വെള്ളത്തിന്റെ വിവിധ സ്രോതസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്.
കിണറുകളും കുളങ്ങളും തോടുകളും പുഴകളും കടലുകളും ഒക്കെയായി മനുഷ്യന്റെ മുമ്പിൽ ഒരുപാടുണ്ട്. അത് പലതും അവന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. തോടുകളിലും പുഴകളിലുമൊക്കെ അതിന്റെ ഒഴുക്ക് കാണാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി അതിന്റെ ചാരത്ത് ആളുകൾ ചെന്ന് ഇരിക്കാറുണ്ട്. വലിയ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. ആ വെള്ളം കൊണ്ട് ഒരുപാട് പ്രയോജനം മനുഷ്യനുണ്ട്. വെള്ളം കൊണ്ടാണ് ഭൂമിയിൽ സസ്യങ്ങൾ മുളക്കുന്നത്, പോഷകങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ. വെള്ളമില്ലാതെ ഭൂമിയിൽ ജീവിതമില്ലല്ലോ. ആകാശത്ത് നിന്ന് മഴ വർഷിക്കുമ്പോ അത് എല്ലാവർക്കും പ്രയോജനം ലഭിക്കണമെന്നില്ല. ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് മഴ പെയ്തതെങ്കിൽ അത് അവിടെ നിന്ന് എങ്ങോട്ടും ഒലിച്ചു പോകുന്നില്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകുമോ? സാധാരണ മനുഷ്യർക്കൊക്കെ ഉപകാരം കിട്ടുമോ? അപ്പൊ ഒരു പർവ്വതത്തിന്റെ മുകളിൽ മഴ പെയ്ത് അത് താഴോട്ട് ഒലിച്ചു പോകുമ്പോ ആ ഒഴുക്ക് കാണാൻ വലിയ സന്തോഷമാണ്. അങ്ങനെ ഒഴുകി അതൊരു പുഴയായി മാറുമ്പോ, ഒരു തോടായി ഒരു പുഴയായി മാറുമ്പോ അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതാണ് ഇവിടെ അള്ളാഹു അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ആ സ്വർഗത്തിന്റെ താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്നുണ്ട് എന്ന്. ഇങ്ങനെ ഈ നദികളും നദികളുടെ കരകളിൽ പച്ചപ്പായി നിൽക്കുന്ന ആ ചെടികളുമൊക്കെ കാണുമ്പോ മനുഷ്യൻ എന്ത് സന്തോഷാണ്! അവന്റെ ഉന്മേഷം, അവന് സന്തോഷം, അവന് സമാധാനം നൽകുന്ന ജീവിതത്തിന്റെ വലിയ ഒരു പ്രതീകമാണ് ഈ ഒഴുക്ക്. അങ്ങനെ മനുഷ്യരുണ്ടാക്കുന്ന തോട്ടങ്ങളിലും അവരുണ്ടാക്കുന്ന തോടുകളും പുഴകളും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവയെ പോലെ തോന്നിക്കുന്ന വിധത്തിൽ അവരുണ്ടാക്കുന്ന തോട്ടങ്ങളിൽ, പൂന്തോപ്പുകളിൽ, അവരുടെ നമ്മൾക്ക് സന്ദർശിക്കാൻ പോകുന്ന ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കൃത്രിമമായി തോടുകളും നദികളും ഒക്കെ ഉണ്ടാക്കി വെച്ചത് നമ്മൾ കാണുന്നില്ലേ? ആ നദികളും അങ്ങനെ നദികൾക്ക് ഇരുവശങ്ങളിലായുള്ള പച്ചപ്പുകളും അതിന്റെ ഒഴുക്കുമൊക്കെ കാണുമ്പോ മനുഷ്യർക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് പ്രത്യേകമാണ്. അത് അള്ളാഹു ഇവിടെ ആ മനുഷ്യന്റെ സന്തോഷം, വിശപ്പില്ലെങ്കിൽ പോലും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയും അതിലെ കൃഷികളും പൂക്കളും ഒക്കെ കാണുമ്പോ ഉണ്ടാകുന്ന മനുഷ്യന്റെ ആ സന്തോഷം ആണ് അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നിങ്ങൾ കൊതിക്കുന്ന, നിങ്ങളേറെ ആഗ്രഹിക്കുന്ന അവിടെ നദികൾ അത് അവിടെ ഒഴുകുന്നുണ്ട് എന്ന്. കൃഷി എന്ന് പറയുന്നത് മനുഷ്യനാഹാരത്തിന് വേണ്ടി മാത്രമല്ലല്ലോ, അത് കാഴ്ചക്ക് കൂടിയുള്ളതാണല്ലോ. ഈ നദികൾ കൊണ്ട്, ഈ വെള്ളം കൊണ്ട് ഒക്കെ ഉണ്ടാകുന്ന മനോഹരമായ ആ കാഴ്ചകളില്ലേ, ആ കാഴ്ചകൾ മനുഷ്യൻ കാണുമ്പോണ്ടാകുന്ന അവന്റെ ആ സന്തോഷത്തെ ദ്യോതിപ്പിക്കുന്ന വിധത്തിലാണ് അള്ളാഹു ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. എന്താണെന്നറിയാമോ? നദികൾ ഒഴുകുന്ന സ്വർഗം എന്ന് ഒരുപാട് തവണ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒഴുകുന്ന നദികളെ പോലെയുള്ള ഒഴുക്കാണോ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്? നദികളുടെ ഒഴുക്ക് നമ്മൾ പറഞ്ഞു, അത് പച്ചപ്പിനും ഫലഭൂയിഷ്ഠതക്കും സമൃദ്ധിക്കുമൊക്കെ കാരണമാണ് നദികൾ ഇങ്ങനെ ഒഴുകുന്നത്. നദികൾ ഒഴുകുന്നത് നാടുകളിലൊക്കെ ഫലഭൂയിഷ്ഠമായിരിക്കും. അവിടെ ചെടികളും മരങ്ങളും ഒക്കെ മുളച്ചു വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ അള്ളാഹു പറഞ്ഞത് മിൻ തഹ്തിഹ എന്നാണ്. മിൻ തഹ്തിഹ, അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം അതിൽ തന്നെ ഉണ്ട് എന്നാണ്. അത് മറ്റെവിടെ നിന്നെങ്കിലും ഒഴുകി വരുന്ന ഒരു വെള്ളമല്ല. മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു വെള്ളം, അത് പലർക്കും കിട്ടി എന്ന് വരും, പലർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും. ഒരു മലക്ക് മുകളിൽ പെയ്യുന്ന മഴയിൽ ആ മഴ മുഖേന ഒലിച്ചു വരുന്ന ഒരു നദിയും ഒരു തടാകവും ഒക്കെ അത് ഏതെങ്കിലും അതിന്റെ ആ ഒഴുക്കിന്റെ ദിശക്കനുസരിച്ചാണ് ആ തടാകങ്ങളും അല്ലെങ്കിൽ ഒരു അരുവികളും ഒക്കെ രൂപപ്പെടുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോരുത്തരുടെയും സ്വർഗത്തിലെ സൗകര്യങ്ങൾക്ക് മുമ്പിൽ അവിടെ തന്നെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. മറ്റെവിടെ നിന്നെങ്കിലും ഒഴുകി വന്ന് കുറെ ആളുകളൊക്കെ കുടിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത ഒരു വെള്ളമല്ല, ഒരു നദിയല്ല അള്ളാഹു നൽകുന്നത്. അതിന് ഉപോത്ബലകമായി സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിൽ തജ്രി
തഹ്തഹൽ അൻഹാർ എന്നാണ് പറഞ്ഞത്. അത് ഗ്രാമർ അറിയുന്നവർക്ക്, ഖുർആന്റെ പ്രയോഗം അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതിന്റെ താഴെ കൂടി നദികൾ ഒഴുകുന്നു. തജ്രി തഹ്തഹൽ, തഹ്തി അല്ല, തഹ്തഹൽ അൻഹാർ. ഇവിടെ നദികൾ ഒഴുകുന്നുണ്ടെങ്കിലും, ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ പറഞ്ഞു നദികൾ ഒഴുകുന്നുണ്ടെങ്കിലും അതിന്റെ ഉറവിടം മറ്റൊരിടത്തായിരിക്കും. ഏതോ മലക്ക് മുകളിൽ എവിടെയോ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമായിരിക്കും ഉണ്ടാവുക. നദിയുടെ ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത് നദിയുടെ ഒഴുക്കിനെ വെള്ളത്തിലേക്ക് ചേർക്കാതെ നദിയിലേക്ക് തന്നെ ഒഴുകുന്ന നദിയെ ആണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. വെള്ളം ഒഴുകുന്നു എന്നല്ല പറഞ്ഞത്, നദികൾ ഒഴുകുന്നു എന്ന് അള്ളാഹു പറഞ്ഞപ്പോ ആ കാര്യം ഇവിടെ വ്യക്തമാണ്. ഇവിടെ അള്ളാഹു ഓരോരുത്തർക്കും അവരുടെ മുമ്പിൽ തന്നെ പൊട്ടിയൊഴുകുന്ന വിധത്തിൽ, അവർ താമസിക്കുന്നിടത്ത് തന്നെ അവർക്ക് മാത്രമായി ഒഴുകുന്ന ഒരു നദിയെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്. അത്ഭുതം തോന്നുന്നു ആ പ്രയോഗം. ഒരുപക്ഷെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ വിചാരിച്ചത് എല്ലാരും കൂടെ ഉപയോഗിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരു നദി സ്വർഗത്തിലൂടെ ഒഴുകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ഉപരി നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന സംഗതി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ സ്വർഗത്തിലെ ഇടങ്ങൾക്ക് മുമ്പിലൂടെ അല്ലെങ്കിൽ അതിന്റെ താഴ്ഭാഗത്തിലൂടെ അവിടെ തന്നെ പൊട്ടിയൊഴുകുന്ന നദിയാണ് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. തുടർന്ന് അല്ലാഹു പറയുന്നത് ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരായിരിക്കും. അനുഗ്രഹങ്ങളുടെ യഥാർത്ഥ ഉറപ്പ് അതാണ്. ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ അത് കാലാകാലവും ഉണ്ടാകണ്ടേ. ഇവിടെയുള്ള ഏത് അനുഗ്രഹങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും, ഈ ലോകത്തുള്ള ഏത് അനുഗ്രഹങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും അതിന് രണ്ട് തരത്തിലുള്ള ദോഷങ്ങളുണ്ട്. അതെന്താണ്? ഒന്നുകിൽ ആ അനുഗ്രഹങ്ങൾ നമ്മളെ വിട്ടുപോകും, അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ അതിനെ വിട്ടുമാറിപ്പോകും. അനുഗ്രഹങ്ങൾ നമ്മൾ അതിനെ വിട്ടുപോകുന്ന അവസ്ഥയുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആ അനുഗ്രഹങ്ങൾ വിട്ടുപോവുകയും ചെയ്യും. നമ്മളല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വന്നേക്കാം അനുഗ്രഹങ്ങളെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ അനുഗ്രഹങ്ങൾ തീർന്നു പോവുകയും ചെയ്തേക്കാം. രണ്ട് നിലക്ക് ഉള്ള ദോഷമാണ് ഇവിടെയുള്ള ഏത് അനുഗ്രഹങ്ങളെ, നിഅമത്തുകളെ നമ്മൾ എടുത്തു പരിശോധിച്ചാലും ഉള്ളത്. അപ്പൊ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ പറ്റി അള്ളാഹു പറയുമ്പോ ഖാലിദീന ഫീഹ എന്നും അതിന് എന്നുമൊക്കെ അള്ളാഹു സൂചിപ്പിച്ചത് കൊണ്ട് സ്ഥിരമായിട്ട് ഉള്ളതാണ്, സ്ഥിരമായി താമസിച്ചുകൊണ്ട് നശിച്ചു പോകാത്ത, തീർന്നു പോകാത്ത അനുഗ്രഹങ്ങളാണ് നിങ്ങൾ സ്വർഗത്തിൽ അനുഭവിക്കുന്നത് എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. നുരുമ്പിപ്പോകാത്ത വസ്ത്രങ്ങളാണ്, ഒരിക്കലും വാർദ്ധക്യം വരാത്ത യുവത്വമാണ്, ഒരിക്കലും പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം വരാത്ത സൗന്ദര്യമാണ് നിങ്ങൾക്കൊക്കെ സ്വർഗത്തിലുണ്ടാവുക എന്നുള്ള സ്വർഗവാസികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ ഈ രണ്ട് ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവയാണ്. അത് ശാശ്വതവും എന്നെന്നും നിലനിൽക്കുന്നതുമാണ് ഒന്ന്. രണ്ടാമത്തത് ഒരിക്കലും അവസാനിക്കുകയോ ഇല്ലാതാവുകയോ ഇല്ല. ഇതാണ് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളുടെ പ്രത്യേകത. ഈ ലോകത്തെ അനുഗ്രഹങ്ങളുടെ പ്രത്യേകതയോ അത് എന്നെങ്കിലും നമ്മളെ വിട്ടുപോയേക്കാം, അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ തീർന്നിട്ടില്ലെങ്കിലും നമ്മൾ ആ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകേണ്ടതായിട്ട് ഉണ്ടാകുമെന്നാണ്. ആയത്തിന്റെ അവസാനം നിങ്ങൾ നോക്കൂ, വദാലിക ജസാഉ മൻ തസക്ക, ശുദ്ധീകരണം നേടിയിട്ടുള്ള ആളുകൾക്കുള്ള ജസാ ആണ്, പ്രതിഫലമാണ് അത്. സാധാരണ തസക്ക എന്ന വാക്കിൽ നിന്ന് അതേപോലെയുള്ള വാക്കുകളൊക്കെ സക്കാത്ത്, തസ്കിയത്ത്, തസക്ക എന്നൊക്കെ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ സക്കാത്ത് എന്ന വാക്ക് യഥാർത്ഥത്തിൽ ശുദ്ധീകരണത്തെയും വളർച്ചയെയും ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ വളർച്ചയെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് രണ്ടിനെയും കൂടെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് സക്കാത്ത് എന്നുള്ളത്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതിന്റെ സ്വഭാവത്തിൽ ശുദ്ധമായിരിക്കുക എന്നാണ്. വളർച്ച എന്നാൽ അതിന് വളരാനുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അതിനാൽ നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ അത് വർദ്ധിക്കുന്നു, അത് പിന്നെ കൂടുതൽ ഉണ്ടാകുന്നു. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്ന ആ സംഗതി, സക്കാത്ത് എന്നത് ഒരു മുതലിൽ നിന്ന് നമ്മൾ അത് കൊടുക്കുമ്പോൾ ആ വസ്തു ശുദ്ധീകരിക്കപ്പെടുന്നു.
അങ്ങനെ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്തു വളരുകയും ചെയ്യുന്നു. നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് ആ മുതൽ വളരുകയും ചെയ്യുന്നു. അതാണ് ഈ സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ അള്ളാഹു സക്കാത്ത് എന്ന പദം അല്ലെങ്കിൽ തസ്കിയത്ത് എന്ന പദം ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് നൽകുന്ന ധനത്തിന് സക്കാത്ത് എന്നാണ് പേര്, അല്ലേ? ഒരാളുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായും പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കൃത്യമായ അവകാശികൾക്ക് നൽകേണ്ട ആ ഒരു സമ്പത്തിന് നൽകുന്ന സമ്പത്തിനുള്ള പേര് എന്ന് പറയുന്നത് സക്കാത്ത് എന്നാണ്. എന്തുകൊണ്ടാണ് അതിന് സക്കാത്ത് എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കി, അത് ബാക്കിയുള്ളതിനെ ശുദ്ധീകരിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഉള്ള സമ്പത്തിന് നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോ സക്കാത്ത് കൊടുത്തതിന്റെ ബാക്കി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ധനം അതോടുകൂടി വളരുകയാണ് ചെയ്യുന്നത് എന്ന്. ഈ ഒരു വളർച്ച, ഇവിടെ അള്ളാഹു വദാലിക ജസാഉ മൻ തസക്ക എന്ന് പറഞ്ഞാൽ ഈ ഒരു വളർച്ചയാണ് വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഒരു വിശ്വാസം സ്വീകരിക്കുമ്പോ അവൻ തസ്കിയത്തുള്ളവനായി, പിന്നീട് അവന്റെ ഈമാൻ അങ്ങനെ വർദ്ധിച്ചു വരേണ്ടതുണ്ട്, വളർച്ച ഉണ്ടാകേണ്ടതുണ്ട്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഒരു വിശ്വാസിയായിരിക്കുമ്പോ അവൻ ശുദ്ധിയുള്ളവനാണ്, പരിശുദ്ധി നേടിയവനാണ്. പിന്നീട് അവനിൽ ഉണ്ടാകേണ്ടത് ഈമാനികമായ കാര്യങ്ങൾ ഓരോന്നും അവനിൽ വളർച്ചയുണ്ടാക്കേണ്ടതാണ്. അങ്ങനെ ഈ വളർച്ച സത്യത്തിലേക്ക് എത്താനുള്ള വിശ്വാസികളുടെ പദവികളുടെ ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ വിശ്വാസി അനുദിനം അവന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം, അത് വളർത്തിക്കൊണ്ടുവരണം, അവന് ഉയരാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്നവനാണ് ഒരു വിശ്വാസി എന്ന് മനസ്സിലാക്കുക. വിശ്വാസം വർദ്ധിക്കുന്നവരും അവൻ അള്ളാഹുവിന്റെ അടുപ്പം, അവന് അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവന് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ആദ്യം ഹലാലായ ശുദ്ധമായ മൂലധനം കൊണ്ടുവരണം. ഒരാളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അയാളിൽ ഉണ്ടാകേണ്ട ഒരു പ്രവൃത്തി എന്ന നിലക്ക് നമ്മൾ കാണുമ്പോൾ അവിടെയും തസ്കിയത്ത് നമ്മൾ കാണുന്നു. കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാള് ഹലാലായ ശുദ്ധമായ ഒരു തസ്കിയത്ത് നേടിയ തസക്ക, ഒരു ശുദ്ധമായ മൂലധനമാണ് അതിന് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ആ ഒരു മൂലധനത്തെയാണ് അയാൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്. മലിനമായ, മോശമായ, ഹറാമായ മൂലധനം കൊണ്ടുവന്ന് അത് വീണ്ടും വീണ്ടും അയാൾ മലിനമായി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകരുത് എന്നാണ് സൂചിപ്പിച്ചത്. ആ മനുഷ്യൻ തന്റെ വിശ്വാസം എത്രത്തോളം വളർത്തുന്നുവോ അത്രത്തോളം അവന്റെ പദവികൾ ഉയർന്ന് ഉയർന്ന് പോകുന്നതാണ്. വിശ്വാസം വളർത്തിക്കൊണ്ടിരിക്കുക. തസ്കിയത്ത് നേടിയവർക്കുള്ള പ്രതിഫലമാണ് എന്ന് പറയുമ്പോ ആ തസ്കിയത്ത് എന്നത് പരിശുദ്ധിയാണ്, വളർച്ചയാണ്. എന്താണ് വളരുന്നത്? വിശ്വാസമാണ് വളരുന്നത്, വിശ്വാസത്തെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഉയർത്തുമ്പോ അയാളുടെ പദവികൾ ഉയരും. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ കണ്ടതുപോലെ ഉന്നതമായ പദവികൾ അയാൾക്ക് പരലോകത്ത് ലഭിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഭാഗം അള്ളാഹു അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമയോടും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോടും ഫറോവ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല. കാരണം ഫറോവ കൊണ്ടുവന്ന എല്ലാ അവിടെ ജാലവിദ്യക്കാരും മൂസാ നബിയിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് വിശ്വസിച്ചു. എന്നിട്ടവർ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായി ഫറോവയുടെ കടുത്ത ക്രൂരതയ്ക്ക് വശംവദരായി അവർ ഈ ജീവിതത്തോട് തന്നെ വിട പറയേണ്ടതായിട്ട് വന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് മൂസാ നബിക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ബനൂ ഇസ്രായേല്യർക്കുമാണ് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ട് വരിക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കൊണ്ടുകൊണ്ട് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമക്ക് നൽകുന്ന നിർദ്ദേശമാണ് അടുത്ത ആയത്തിലൂടെ 77-ാമത്തെ ആയത്തിലും തുടർന്നുള്ള വചനങ്ങളിലും നമ്മൾ കാണുന്നത്. മൂസാ നബി അലൈഹിസ്സലാമയുടെ കഥകളുടെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ മാറുകയാണ്. അതെന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. وَلَقَدْ أَوْحَيْنَا إِلَى مُوسَىٰ أَنْ أَسْرِ بِعِبَادِي فَاضْرِبْ لَهُمْ طَرِيقًا
فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى ولقد أوحينا إلى موسى മൂസാക്ക് നാം ഇപ്രകാരം ബോധനം നൽകുകയുണ്ടായി, വഹ്യ് നൽകുകയുണ്ടായി. അന്നസ്രി ബിഇബാദി, എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രിയിൽ നീ പോവുക. അസ്രി, നീ രാത്രിയിൽ പോവുക. ഫദ്രിബ് ലഹും തരീഖൻ ഫിൽ ബഹ്രി യബസാ, എന്നിട്ട് അവർക്ക് വേണ്ടി സമുദ്രത്തിലൂടെ ഒരു ഉണങ്ങിയ വഴി നീ ഏർപ്പെടുത്തി കൊടുക്കുക. ഫദ്രിബ്, നീ ഏർപ്പെടുത്തി കൊടുക്കുക, നീ അടിച്ചുണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയാം. ദറബ തന്നെ അടിച്ചു എന്നാണ് ഒന്നാമത്തെ അർത്ഥം എന്ന് എല്ലാവർക്കും അറിയാലോ. ഫദ്രിബ് ലഹും, നീ അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുക. ത്വരീഖൻ, ഒരു വഴി, ഫിൽ ബഹ്രി, സമുദ്രത്തിൽ, യബസൻ, ഉണങ്ങിയ. യാബിസ്, യബസ് എന്നൊക്കെ പറഞ്ഞ ഉണങ്ങിയത്. റത്തുബ് എന്ന് പറഞ്ഞാൽ പച്ചയായത്. ലാ തഖാഫു ദറകം വലാ തഖ്ശാ, ശത്രുക്കൾ പിന്തുടർന്ന് എത്തുമെന്ന് നീ പേടിക്കേണ്ടതില്ല. ലാ തഖാഫു ദറക്കൻ, ദറക്ക് പേടിക്കേണ്ടതില്ല, പിന്തുടർന്ന് എത്തുമെന്ന്. ദറക്കുൻ, ദറക്ക, പിടികൂടുമെന്ന്. അവർ പിന്തുടർന്ന് വന്ന് താങ്കളെ പിടികൂടുമെന്ന്, താങ്കളുടെ അടുക്കലെത്തുമെന്ന് ഭയപ്പെടേണ്ടതില്ല. വലാ തഖ്ശാ, മുന്നോട്ടുള്ള സംഗതികളും ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. ലാ തഖാഫു എന്നാൽ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. വലാ തഖ്ശാ എന്ന് പറഞ്ഞാലും പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പരിശോധിക്കാം. ലാ തഖാഫു ദറക്കൻ, പിന്തുടർന്ന് എത്തുമെന്ന് നീ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അവരെ ഫറോവയും സൈന്യവും ഫോളോ ചെയ്യുന്നുണ്ട്, പിന്നിൽ പിടിക്കാൻ വേണ്ടി സൈന്യസമേതം ഫറോവ വരുന്നുണ്ട് എന്ന് മനസ്സിലായി. വലാ തഖ്ശാ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മുന്നോട്ട് പോകാൻ കഴിയാതെ സമുദ്രത്തിന്റെ മുന്നിൽ സമുദ്രവും ആഴമുള്ള സമുദ്രവും പിന്നിൽ അതിശക്തരായ ശത്രു സൈന്യവും ഉണ്ട്. ആ രണ്ട് സംഗതികളെ പ്രത്യേകം അവിടെ രണ്ട് നിലക്കുള്ള ഭയമുണ്ടാകും. ആ രണ്ട് ഭയവും ഇവിടെ ആവശ്യമില്ല എന്ന് പുറകോട്ട് നോക്കി ഭയപ്പെടേണ്ടതില്ല, മുന്നോട്ട് നോക്കിയും പേടിക്കേണ്ടതില്ല. കഴിഞ്ഞ കാലത്തെ ഭയപ്പെടേണ്ടതില്ല, വരും കാലങ്ങളെയും ഭയപ്പെടേണ്ടതില്ല. പുറകിലുള്ള ശത്രു സൈന്യത്തെ ഭയപ്പെടേണ്ടതില്ല, മുന്നിലുള്ള സമുദ്രത്തെയും ഭയപ്പെടേണ്ടതില്ല. എന്നിങ്ങനെ അള്ളാഹു ഇവിടെ കൃത്യമായി രണ്ട് വാക്കുകൾ മാറി മാറി പ്രയോഗിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമക്ക് വഹ്യ് നൽകുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത്ഭുതം തോന്നുന്ന ഒരു ആയത്താണ്, അല്ലെങ്കിൽ മഹാത്ഭുതങ്ങൾ നടന്ന ഒരു സംഭവം വിശദീകരിക്കുന്ന ആയത്താണിത് എന്ന് നമുക്കറിയാം. ഇതിനുള്ള വാക്കുകളുടെ അർത്ഥം വലഖദ് ഔഹൈന, അറിയാം, തീർച്ചയായും നാം വഹ്യ് നൽകിയിരിക്കുന്നു. അസ്രി, നീ രാത്രിയിൽ യാത്ര ചെയ്യുക, ഒരു കൽപ്പനക്രിയയാണ്. ബി ഇബാദി, എന്റെ അടിമകളെയും കൊണ്ട്. ഇബാദി, എന്റെ അടിമകളെയും കൊണ്ട്. ഫദ്രിബ്, നീ ഉണ്ടാക്കുക, നീ വെട്ടുക, നീ അടിച്ചു കൊടുക്കുക. യബസൻ, ഉണങ്ങിയ. ത്വരീഖൻ, ഒരു വഴി. ലാ തഖാഫു, നീ ഭയപ്പെടുകയില്ല. ദറക്കൻ, പിന്നാലെ എത്തപ്പെടുമെന്ന്. വലാ തഖ്ശാ, പിടികൂടുമെന്ന്. വലാ തഖ്ശാ, നീ പേടിക്കുകയുമില്ല. വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഭയം വേണ്ടതില്ല. ഏതാണ് ഈ ആയത്ത്? എന്താണ് സന്ദർഭം? നമ്മൾ പറഞ്ഞു, മാരണക്കാരുമായുള്ള ഏറ്റുമുട്ടൽ വിശ്വാസത്തിന്റെ പക്ഷം വിജയിച്ചു. അതിനുശേഷം മൂസാ നബിയോട് ഇസ്രായേൽ സന്തതികളെയും കൊണ്ട് രാത്രിയിൽ പലായനം ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കാൻ, രാത്രിയിൽ പുറപ്പെട്ടു പോയിക്കൊള്ളണം. ഫറോവയും സൈന്യങ്ങളും ഒക്കെ അറിയുന്നതിന്റെ മുമ്പേ ഫറോവയും സൈന്യവും പിന്തുടർന്നെത്തുമ്പോ മൂസാ നബിയുടെ മുമ്പിൽ കടലും പിന്നിൽ ശത്രു സൈന്യവുമായി അവർ ഒറ്റപ്പെടുകയാണ്. ഇതിന് സന്ദർഭം പറയട്ടെ ഞാൻ. മാനുഷികമായ കാഴ്ചപ്പാടിൽ അവിടെ ഒരു പരിഹാരവും ഇല്ല. മുന്നിൽ കടലാണ്, പിന്നിൽ ശത്രു സൈന്യമാണ്. അവിടെ മരണത്തിന് കീഴ്പ്പെടുക മാത്രമാണ്. ഒന്നുകിൽ കടലിലേക്ക് എടുത്തുചാടി ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഫറോവയ്ക്കും സൈന്യത്തിനും കീഴൊതുങ്ങി അടിമകളെ പോലെ വീണ്ടും ജീവിക്കുകയോ മരണത്തിന് കീഴൊതുങ്ങുകയോ ആ സൈന്യത്തിന്റെ വാളുകൾക്ക് മുമ്പിൽ ഇരയാവുകയോ ചെയ്യുക. ഇതേ അവരുടെ മുമ്പിൽ മാർഗമുള്ളൂ. പക്ഷേ
വിശ്വാസികൾക്ക് എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു പരിഹാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരായത്താണിത്. മനുഷ്യന്റെ യുക്തി അവസാനിക്കുന്നിടത്ത് അള്ളാഹുവിലുള്ള വിശ്വാസവും അവന്റെ സഹായവും ആരംഭിക്കുകയാണ്. മനുഷ്യന്റെ യുക്തി ഇവിടെ ചോദ്യചിഹ്നമാണ്. അത് അവസാനിച്ചു. ഇനി എന്താണ് ഒരു പോംവഴി എന്ന് മനുഷ്യന് പറയാൻ കഴിയില്ല. മനുഷ്യന് അങ്ങനെ നിർവചിക്കാൻ സാധ്യമല്ല അവന്റെ മുമ്പിൽ. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് മനുഷ്യന്റെ യുക്തി അവസാനിക്കുന്നിടത്ത്, അവന്റെ ചിന്ത അവസാനിക്കുന്നിടത്ത്, അവന്റെ ആലോചനകൾ നിൽക്കുന്നിടത്ത് അവന്റെ വിശ്വാസത്തിന്റെ കരുത്ത് അള്ളാഹുവിന്റെ സഹായമായി അവിടെ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കടലിൽ ഒരു വഴിയുണ്ടാവുകയാണ്. വെറും വഴിയല്ല, ഉണങ്ങിയ ഒരു വഴിയാണ്. ചെളിയായിരുന്നുവെങ്കിൽ ആ ചളി വറ്റാൻ എത്ര വർഷങ്ങളെടുക്കും? കടലിലെ ചളി, കടൽ വെള്ളം വറ്റിയാലും ആ വെള്ളത്തിൽ അടിഞ്ഞുകൂടിയ ചെളി വറ്റാൻ, അതിന്റെ ഉണക്കം വരാൻ എത്ര കാലെടുക്കും? പക്ഷെ ഇവിടെ രൂപപ്പെടുന്ന വഴി എന്ന് പറയുന്നത് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നു, ഉണങ്ങിയ ഒരു വഴിയാണ് അവിടെ ഒരുക്കപ്പെടുന്നത് എന്ന്. പിന്നിൽ നിന്നുള്ള ശത്രുവിനെയോ മുന്നിലുള്ള കടലിനെയോ ഭയപ്പെടേണ്ടതില്ല എന്ന് ഉറപ്പും കൂടെ അള്ളാഹു നൽകുന്ന അതിമഹത്തായ ഒരു ആയത്താണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ഈ ആയത്തിനെ മൊത്തത്തിലൊന്ന് വിലയിരുത്തുക. ഒരു പ്രതിസന്ധി വരുമ്പോ മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്താ? സാധാരണ വിശ്വാസികളുടെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം? മാനുഷിക കാഴ്ചപ്പാടും വിശ്വാസികളുടെ കാഴ്ചപ്പാടും ഇവിടെ നമ്മളൊന്ന് ആലോചിക്കുക. ഈ സംഭവം നടക്കുന്നത് ഫിറഔന്റെ ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്നായ സിഹിർ പരാജയപ്പെടുകയും അവന്റെ അധികാരത്തിന് വലിയ ഇടിവ് സംഭവിക്കുകയും ചെയ്തതിനു ശേഷമാണ് മൂസാ നബിയും അലൈഹിസ്സലാം ഇസ്രായേലിൽ രക്ഷപ്പെടുമ്പോൾ ഫറോവ അവരെ പിന്തുടർന്നു. അവർ എത്തിയത് ഒരു പ്രതിസന്ധിയിലാണ്. നമ്മൾ പറഞ്ഞ പോലെ മുന്നിൽ കടലും പിന്നിൽ ഫറോവയുടെ സൈന്യവുമായി നിൽക്കുന്ന ഒരു മഹത്തായ അല്ലെങ്കിൽ ഒരു അപകടം പിടിച്ച ഒരു ഘട്ടത്തിലേക്ക് എത്തിപ്പെടുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് നൽകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ലാ കർബ വഅൻത റബ്ബുൻ. രക്ഷിതാവിനോട് നമ്മൾ പറയുന്ന എന്താ? രക്ഷിതാവേ, നീ ഞങ്ങളുടെ രക്ഷിതാവായി ഉള്ളപ്പോ ഞങ്ങൾ എന്തിനു ദുഃഖിക്കണം? ഞങ്ങൾ എന്തിനു സങ്കടപ്പെടണം? പടച്ചവന് നീയാണ് രക്ഷിതാവ്. നീ രക്ഷിതാവായി ഉള്ളപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖവുമില്ല എന്ന് പറയുന്നത് പോലെ, എന്ന് നമ്മൾ വിചാരിക്കേണ്ടത് പോലെ, അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം നമുക്ക് തുണയായി വരേണ്ടത് എന്നാണ്. ആർക്കാണ് അഭയം തേടാൻ ഒരു രക്ഷിതാവില്ലാത്തത്? അവനാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ അകപ്പെടുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുൻപിൽ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള അതിനുള്ള കരുത്ത് അവന്റെ വിശ്വാസം അവന് നൽകണമെന്നാണ്. കയ്യിലുള്ള ഒരു നാണയം നഷ്ടപ്പെട്ടാൽ വേറെ പണമില്ലാത്ത ആൾക്കാർ ദുഃഖിക്കും. കയ്യിലുണ്ടായിരുന്ന ഒരു നാണയം നഷ്ടപ്പെട്ടു പോയി, വേറെ കയ്യിലൊന്നുമില്ല, കീശയിലൊന്നുമില്ല, അവർക്ക് ദുഃഖം ഉണ്ടാകും. എന്നാൽ കയ്യിൽ ഇനിയും സമ്പാദ്യമുള്ളവന് ആ നഷ്ടം ഒരു പ്രശ്നമല്ല. ആ സമ്പാദ്യം എന്താണ്? ആ സമ്പാദ്യം എന്തായിരിക്കണം? ആ സമ്പാദ്യം അള്ളാഹുവിനുള്ള ഉറച്ച നമ്മുടെ വിശ്വാസമായിരിക്കണം എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുക. പിന്നെ നമ്മളിവിടെ കണ്ടത് അൻ-നസ്രി ബി ഇബാദി എന്നാണ്. രാത്രിയിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിയിൽ പോകണമെന്ന് പറയുമ്പോൾ രാത്രിയിൽ പോകുന്നതിന്റെ സുരക്ഷിതമാണ്. ആ സുരക്ഷിതത്വം അവിടെ നമുക്ക് കാണാം. പക്ഷെ ഇവിടെ ഇബാദി എന്ന് പറഞ്ഞിരിക്കുന്നു, എന്റെ അടിമകളെ, എന്റെ ദാസന്മാരുമായി പോകുക എന്ന്. ബി ഇബാദി, എന്റെ ദാസന്മാർ. അബ്ദുൻ, ദാസൻ എന്ന വാക്കിന് ഇബാദ് എന്നും അബീദ് എന്നിങ്ങനെ രണ്ട് വചനങ്ങളുണ്ട്, ബഹുവചനങ്ങളുണ്ട്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇബാദ് എന്ന് പറയുന്നതും അബീദ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അബീദ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എല്ലാവരും അല്ലാഹുവിന്റെ ദാസന്മാരാണ്. കാരണം അവർക്ക് ചില കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും വേറെ ചില കാര്യങ്ങൾ, രോഗം, മരണം പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ല, സ്വാതന്ത്ര്യവുമില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി വിധേയരായ ആളുകൾ എന്നുള്ള നിലക്ക് എല്ലാവരും അടിമകളാണ്, ദാസന്മാരാണ് എന്ന് അബീദ് എന്ന വാക്ക് ഉപയോഗിക്കാം. മനസ്സിലായല്ലോ?
മനുഷ്യർക്ക് ചില കാര്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പലതിലും അവൻ അബീദാണ്. അവൻ അള്ളാഹു എന്ത് നിശ്ചയിക്കുന്നുവോ അത് അത് അങ്ങനെ തന്നെ അംഗീകരിക്കേണ്ടവരാണ്. രോഗം, മരണം, ഇതിൽ നിന്നൊക്കെ മനുഷ്യരേതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്, തെരഞ്ഞെടുപ്പിന് അധികാരമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവൻ അബീദാണ് എന്ന് പറയാം. ഇനി ഇബാദ് എന്ന അതാണ് മറ്റൊരു ബഹുവചനം. അബ്ദുൻ എന്നതിന്റെ മറ്റൊരു ബഹുവചനം ഇബാദുൻ എന്നാണ്. ഇബാദുൻ എന്ന് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നു. റഹ്മാന്റെ അടിമകൾ, റഹ്മാനായ റബ്ബിന്റെ ദാസന്മാർ, ഭൂമിയിലൂടെ നടക്കുന്നത്. ഇന്ന ഇബാദി, പിശാചേ, എന്റെ ഇബാദുകൾക്ക് ലൈസ ലക അലൈഹിം സുൽത്താനുൻ, ഒരധികാരവും തന്നെ ചെലുത്താൻ എന്റെ അടിമകളുടെ മേൽ നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ സാധ്യമേ അല്ല പിശാചേ എന്ന് പറയുന്നുണ്ട് അള്ളാഹു. അവിടെയൊക്കെ ഉപയോഗിച്ചത് എന്റെ അടിമകൾ, ഇബാദ് എന്നാണ്. വൈദാസഅലക ഇബാദി എന്ന് പറഞ്ഞ് എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ അവരോട് ഏറ്റവും അടുത്ത് കിടക്കുന്നുണ്ട് എന്ന്. അപ്പൊ എന്ത് മനസ്സിലായി? ഇബാദ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാർ. അവർ തങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും തങ്ങളുടെ തെരഞ്ഞെടുപ്പിനേക്കാൾ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പിനും പ്രാധാന്യം നൽകുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു ഇബാദുർ റഹ്മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈദാസഅലക ഇബാദി എന്ന് പറഞ്ഞു, ഇന്ന ഇബാദി എന്ന് പറഞ്ഞു, ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞു, എന്റെ അടിമകൾ എന്ന്, റഹ്മാന്റെ അടിമകൾ എന്നൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്, അവന്റെ തെരഞ്ഞെടുപ്പ്, ഓരോരുത്തരുടെയും തെരഞ്ഞെടുപ്പിനേക്കാൾ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പിനും പ്രാധാന്യം നൽകുന്ന ആളുകളെയാണ് ഇബാദ് എന്ന് പറയുക. ആ ഇബാദാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, എന്റെ അടിമകളെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവസാനിപ്പിക്കാം. ഇനി ഇതില് രണ്ട് കാര്യങ്ങൾ കൂടെ വിശദീകരിക്കാറുണ്ട്. ഒന്ന് ഫദ്രിബുലഹും തരീഖൻ എന്നുള്ളത് നമുക്ക് പറയാനുള്ളതാണ്. അതേപോലെ ലാ തഖഫു ദറക്കൻ വലാ തഖ്ശൻ എന്ന രണ്ട് ഉറപ്പുകൾ നൽകുന്ന, ഭയത്തിൽ നിന്നുള്ള മോചനത്തിനായി രണ്ട് തരത്തിലുള്ള ഉറപ്പുകൾ നൽകുന്ന ആ കാര്യങ്ങളും നമ്മൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാകാമെന്നാണ് കരുതുന്നത്. പിന്നീട് ഫറോവയുടെ സമുദ്രത്തിൽ മുക്കിക്കൊല്ലപ്പെടുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മൾ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഏറ്റവും മെച്ചപ്പെട്ട സംഗതികളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തന്ന് ജന്നാത്തുൽ ഫിർദൗസിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അത്തരം സ്വർഗത്തിൽ ശാശ്വതമായി വസിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളോട് നീ മാപ്പാക്കണേ, ഞങ്ങൾക്ക് കരുണ ചെയ്യണേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകണേ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുമാറാകണേ. രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നീ കാവൽ നൽകി രക്ഷ നൽകി. പടച്ചവനെ, ഞങ്ങൾ ആയുരാരോഗ്യത്തോടുകൂടി ഈമാനുള്ളവരായി ജീവിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ അവസരം നൽകുമാറാകണേ. ഞങ്ങളുടെ കുട്ടികളിലും കുടുംബത്തിലും ഒക്കെ നീ സമാധാനവും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുമാറാകണേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ, ജോലിയിൽ ബർക്കത്ത് നൽകണേ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീ മാറ്റി കൊടുക്കുമാറാകണേ. അള്ളാഹുവെ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ കടങ്ങളിൽ നിന്ന് രക്ഷ നൽകുമാറാകണേ. തമ്പുരാനെ, ഒരുപാട് ആഗ്രഹങ്ങൾ, സാലിഹായ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും അവരുടെ സാലിഹായ ആഗ്രഹങ്ങൾ പടച്ചവനെ നീ നിറവേറ്റി കൊടുത്തുകൊണ്ട് പടച്ചവനെ നല്ലൊരു ജീവിതം നൽകുകയും നല്ല നിലക്ക് ഈമാനുള്ള ഒരു മരണം നൽകുകയും ഒക്കെ ചെയ്ത് നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفور المذنبين. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وجزاكم الله خيرا.